നമ്മുടെ ധ്യാനത്തിനായിട്ട് റോമാലേഖനം 16-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം 3 മുതൽ. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സർവ്വ സഭകളുടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീൻ. ആസ്യയിൽ ക്രിസ്തുവിൽ ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പപ്പനാത്തോസിനെ വന്ദനം ചെയ്യുവീൻ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹമേറിയ കർത്താവേ, ഇന്ന് ക്രിസ്തീയ കുടുംബ ദിനമായി ഞങ്ങൾക്കൊന്നിച്ച് നിന്നെ ആരാധിപ്പാൻ നൽകി നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. ദൈവകൃപയുടെ തണലിൽ ഞങ്ങൾ ഇരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിലായുടെ പ്രദേശത്ത് വന്ന് ഇന്നലെ വൈകിട്ടത്തെ ധ്യാനയോഗത്തിലും പങ്കെടുക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടത്ത ശുശ്രൂഷയുടെ 41 വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റിലെത്തി 2 വർഷം കഴിഞ്ഞിരിക്കുക. ഡിസംബറിൽ 68 വയസ്സ് പൂർത്തിയാകുന്നു. ദൈവ ശുശ്രൂഷയിൽ ആയിരിക്കാൻ കഴിഞ്ഞ സംവത്സരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിലായി ഇടവക ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച്, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമായിരുന്നു ഇവിടുത്തെ ശുശ്രൂഷ. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനപ്രായമായപ്പോഴാണ് ഈ പ്രദേശത്ത് വരുന്നത്. അന്ന് ഈ ഇടവകയിലുണ്ടായിരുന്ന യുവജനങ്ങളുടെ വലിയൊരു ഗ്രൂപ്പ്, അവരുടെ ഒത്തൊരുമിച്ചുള്ള പല പ്രവർത്തനങ്ങൾ, ഇവിടെ നടന്ന യൂത്ത് ക്യാമ്പ്, അതിനുവേണ്ടിയുള്ള കുട്ടികളുടെ പ്രവർത്തനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും പങ്കുകൊള്ളുവാനും ഞങ്ങളിവിടെ നിന്ന് പോയതിന് ശേഷവും മൂത്ത മകന് ഇവിടെയുള്ള റായ്പൂർ പവർ പ്ലാന്റ് ദുർഗിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജനന്ദാകാവിനുള്ള വഴിയിലുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെ ജോലി ചെയ്യുകയായിരുന്നു. റിസാലിയിൽ VIP റജിയുടെ വീട്ടിലായിരുന്നു താമസം. ഞങ്ങളിവിടുന്ന് പോയി. എൻ്റെ അമ്മയുടെ മരണത്തെ തുടർന്നാണ് ഞാനിവിടുന്ന് പോയത്. അതേ തുടർന്നാണ് ചോദിച്ച് 4 വർഷം പൂർത്തിയായി ഇവിടെ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അവിടെ ചെന്ന് 2 വർഷം ഏകദേശമാകുമ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ പിതാവും മരിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തു വീണ്ടും മിഷൻ രംഗത്തേക്ക് പോകാനായിട്ട് ഉള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പോഴേകദേശം 55 വയസ്സായി. ഒരു ടേമൂടെങ്കിലും ദൈവം ഏൽപ്പിച്ച മിഷണറി ദൗത്യം പൂർത്തിയാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് കർണാടകയിലേക്ക് നിയമനവും കിട്ടി. ഡിസംബർ മാസമായി. അപ്പോഴാണ് ഫീലിക്സിനോസ് തിരുമേനി പറഞ്ഞു അച്ഛനെ വീരസാന്ദ്രം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വേലയ്ക്കായിട്ട് വെച്ചു എന്നുള്ള കാര്യം അറിയുന്നു. എന്നാൽ ജനുവരി ആയപ്പോൾ ഒരു 16-ാം തീയതി ഒരു പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ ഒരു സത്യം അറിയുന്നു, ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്നുള്ള കാര്യം. അതേ തുടർന്ന് ചേർത്തലയിലുള്ള ക്യാൻസർ സെൻ്ററിൽ പോയി ഓപ്പറേഷൻ, തുടർന്നുള്ള 8 കീമോതെറാപ്പി, 25 റേഡിയേഷൻസ്, ഇവയ്ക്കൊക്കെ വിധേയപ്പെട്ട് കീമോതെറാപ്പി പൂർത്തിയാക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഒരു വേദനയുടെ ഒരു വാർത്തയുടെ അറിഞ്ഞത്.
മറ്റൊന്നുമല്ല, മൂത്ത മകന് ഒരു ആക്സിഡൻറ്റ് വന്ന് തല പൊട്ടി. ഇവിടെയുള്ള എൻ്റെ മുൻ ഇടവകാംഗങ്ങൾ അവരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ എല്ലാം കുത്തിക്കെട്ടി. പക്ഷേ കുത്തിക്കെട്ടിയതൊക്കെ വികൃതമായിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അത് ചെയ്തത്. തുടർന്ന് ഒരു വൈഫിൻ്റെ രോഗാവസ്ഥ, മകൻ്റെ ആക്സിഡൻറ്റ്, എല്ലാം കൊണ്ടും വളരെ വേദനയുടെ നാളുകൾ കൂടെ കടന്നുപോയപ്പോൾ പിന്നീട് ഒരു സത്യം മനസ്സിലായി. ദൈവ പദ്ധതിയായിരുന്നു. മകന് അത് പുതിയ ഒരു ദർശനത്തിന് മുഖാന്തരമാകുകയായിരുന്നു. അവനും ഈ ശുശ്രൂഷയെ തിരഞ്ഞെടുക്കുകയും ഞാൻ പ്രവർത്തിച്ച കർണാടകയുടെ പ്രദേശങ്ങളിലേക്ക് വീടി പാസ്സായി അവനും ഒരു മിഷണറി ആയിട്ട് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. കർണാടകയിൽ 7 വർഷം അവന് ഇപ്പോഴും മിഷണറി യാത്രയിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവം തമ്പുരാൻ എന്നെ നടത്തിയ വഴി ബിലായിയുടെ പാതയിൽ നന്നായിട്ട് ഞാനത് അനുഭവിച്ചതാണ്. ഇതെന്താ ഒരു ദുരന്തമാണോ എന്ന് തോന്നിയ രംഗത്ത് ദൈവത്തിൻ്റെ ഒരു വഴി മാറ്റി കാണിച്ച ഒരു വേളയായിരുന്നു എന്നുള്ളത് നന്നായിട്ട് തിരിച്ചറിഞ്ഞു. കുട്ടികൾക്കും നല്ല ഒരു കാഴ്ചപ്പാട്, ഈ ശുശ്രൂഷ ഞാനും ഏറ്റെടുക്കേണ്ടതാണെന്നുള്ളൊരു തോന്നൽ. അവനും ശുശ്രൂഷയിലേക്ക് വന്നത് എന്നെ സംബന്ധിച്ച് സമ്പത്തിനേക്കാൾ വലിയത് ദൈവത്തിൻ്റെ ശുശ്രൂഷയായിട്ട് ഞാൻ കാണുന്നു. അതൊരു ഭാഗ്യമാണ്. ഞാൻ ഏറ്റ ശുശ്രൂഷ ഞാൻ മാറുമ്പോൾ ഒരാൾ ഏറ്റെടുക്കാനുണ്ടെങ്കിൽ, ഭവനത്തിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ഒരു പിതാവിനെ സംബന്ധിച്ച് തൻ്റെ ശുശ്രൂഷ പാഴായില്ല, എൻ്റെ തലമുറ ആ വഴിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വലിയ ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അത് എനിക്ക് ബിലായി ഇടവകയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലാണ് കുടുംബങ്ങളെ ദൈവം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ക്രിസ്തീയ കുടുംബം പലപ്പോഴും തിരിച്ചറിവുകളാണ്. നാം ചിലത് വലിയ എന്തോ ഇത് ദുരന്തമാണോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ല, അതൊക്കെ ദൈവത്തിൻ്റെ വലിയ രൂപാന്തരപ്പെടുത്തുന്ന കരങ്ങളുടെ ദിശാമാറ്റമാണ്. പുതിയ വഴികൾ ദൈവം കാണിച്ചു തരുന്നതാണെന്നുള്ള ഒരറിവിലേക്കാണ് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നത്. പൗലോസിൻ്റെ 2ാം മിഷണറി യാത്ര, ആ മിഷണറി യാത്രയിൽ പൗലോസ് ഏഷ്യ മൈനറിൽ എത്തിയിരിക്കുകയാണ്. ആസിയയിലേക്ക്, ഏഷ്യ മൈനറിലേക്ക്, അല്ലെ ഇന്നത്തെ തുർക്കിയുടെ പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യാനായിട്ട് അങ്ങോട്ട് മുന്നേറുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവ് അവനെ വിലക്കി. 2, അവനെന്നാ വിചാരിച്ചു എന്നാൽ ബിഥുന്യയുടെ പ്രദേശത്തേക്ക് പോകാം. പക്ഷേ ദൈവാത്മാവ് അവനെ സമ്മതിച്ചില്ല. സുവിശേഷ വേലയ്ക്ക് തടയുന്നതാണോ ദൈവാത്മാവ്? അല്ല, ദിശ മാറ്റിക്കൊടുക്കുകയാണ്. നിന്റെ പദ്ധതിയല്ല ദൈവവേല. ആത്യന്തികമായിട്ട് ദൈവവേലയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് വഴി തീരുമാനിക്കുന്നത്. എവിടേക്ക് കാലടികൾ വെക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവാത്മാവാണ്. പൗലോസ് അന്ന് ത്രോവാസിലെത്തി രാത്രി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വേദോസ്തോതി പറയുന്നില്ല, എൻ്റെ നിഗമനമാണ്. കാരണം ആ രാത്രി അവനൊരു ദർശനം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇടത്തോട്ട് പോകാൻ ദൈവാത്മാവ് വിലക്കുകയും
മറ്റൊന്ന് തടയുകയും ചെയ്തപ്പോൾ, കർത്താവേ, ഇനി ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി 2 ഇടത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് നീ അത് സമ്മതിക്കാത്ത എന്താണ്? ആ രാത്രി അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രാത്രിയാണ് ദർശനം ദൈവം അവന് പകർന്നു കൊടുക്കുന്നത്. എന്തായിരുന്നു ദർശനം? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ മുമ്പിൽ നിന്നുകൊണ്ട് അവനോട് പറയുകയാണ്, കടന്നു വന്ന് സഹായിക്കുക. ഒരു മാസിഡോണിയൻ കോൾ അത് ആ രാത്രി ലഭ്യമായി. പ്രഭാതത്തിൽ അവന് മാസിഡോണിയ ലക്ഷ്യമാക്കി ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഫിലിപ്പിയിൽ ഇറങ്ങുന്നു. തുടർന്നുള്ള മിഷണറി യാത്ര. ആ മിഷണറി യാത്രയിൽ അവന് ഗ്രീസിലെ വേലയൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട് അടുത്തതായിട്ട് അതിനടുത്തുള്ള പ്രദേശം കൊരിന്തിലേക്ക് കയറി. കൊരിന്തിൽ ചെന്നപ്പോൾ ഒരു പ്രത്യേക സംഭവം, അതാണ് നമ്മൾ 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടുത്തെ സൂചന അതാ. ആ സംഭവം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ്. അതൊന്നും നമുക്ക് വായിക്കാൻ ടൈമില്ല, സമയം ഒത്തിരി എടുക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ പൗലോസ് കൊരിന്തിലെത്തിയപ്പോൾ അവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. പൗലോസ് അവിടെ പുതിയ ആളാണ്, ഈ പരിചയപ്പെട്ട കുടുംബവും അവിടെ പുതിയതാണ്. ആരായിരുന്നു? പൊന്തോസുകാരൻ അക്വിലാവ് എന്ന മനുഷ്യനും അവൻ്റെ ഭാര്യ പ്രിസില്ല എന്ന സ്ത്രീയും. പ്രിസ്കില്ല എന്നും പ്രിസ്ക എന്നും ഒക്കെ വേദപുസ്തകത്തിൽ അവളെക്കുറിച്ച് പേര് പറയാറുണ്ട്. അവള് ഒരു റോമ പെൺകുട്ടിയാണ്. അപ്പോൾ റോമൻ പശ്ചാത്തലത്തിലുള്ളൊരു പെൺകുട്ടിയെയാണ് ഇവിടെ അക്വിലാസ് എന്ന് പറയുന്ന യഹൂദൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഒരു സങ്കര വിവാഹമാണ്. അപ്പം ഈ റോമ ഗവൺമെൻറ് ക്ലൗദ്യോസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിക്കുന്ന കാലമാണ്, അല്ലെങ്കിൽ ചക്രവർത്തിയാണ്. ക്ലൗദ്യോസ് സീസർ അദ്ദേഹം ഒരു ഓർഡർ പുറപ്പെടുവിച്ചു, എൻ്റെ നാട്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിരുവിട്ട് എല്ലാ യഹൂദന്മാരും പോയിക്കോണം. അങ്ങനെയാണ് അക്വിലാസിന് റോമിൽ നിന്ന് യാത്ര തിരിച്ച് അവനിവിടെ കൊരിന്തിലെത്തിയത്. കൊരിന്ത് ഒരു പുതിയ പട്ടണമാണ്, വലിയൊരു പട്ടണമായിട്ട് വളർന്നു വരുന്ന ഒരു പട്ടണവുമാണ്. അവിടെ വന്നു. അവനും ഭാര്യയും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാ. അവരുടെ തൊഴിൽ നമ്മൾ 12-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവർ കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നു, ടെൻ മേക്കേഴ്സ് ആയിരുന്നു. കൂടാരം പണിത് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ. പൗലോസ് അവിടെ സുവിശേഷ വേലയ്ക്ക് ചെന്നപ്പം ഈ യഹൂദനായ അക്വിലാവിനെ കണ്ടു, അവൻ്റെ ഭാര്യ പ്രിസ്കയെയും കണ്ടു. അവരോട്ട് പരിചയപ്പെട്ടപ്പോൾ അവർക്ക് കൂടാരപ്പണിയാണെന്നറിഞ്ഞു. പൗലോസ് പറഞ്ഞു, എനിക്കും ഈ പണി അറിയാം, നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ഈ കൂടാരപ്പണി സഹകരണത്തിൽ നമുക്ക് ഈ കൂടാരപ്പണി ചെയ്യാം. 2 പേരും കൂടെ കൂടാരപ്പണി ചെയ്തു. എന്നാൽ ശബത്ത് നാളായപ്പം പൗലോസ് സിനഗോഗിൽ എത്തിയപ്പോൾ, അല്ലെ യഹൂദ ആരാധനയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഈ അക്വിലാവും അവിടെ ഉണ്ട്. അവിടെ വെച്ചാണ് ദൈവവചനം ശക്തിയോടുകൂടെ പ്രഘോഷിച്ചു. അതോടൊപ്പം യേശു എന്ന ഒരു പുതിയ നാമം അവിടെ പ്രഖ്യാപിക്കുന്നത് കേട്ടു. അക്വിലാവ് അതിൽ ആകൃഷ്ടനായി, പ്രിസ്കയും ആകൃഷ്ടയായി. അവർ 2 പേരും യേശു എന്ന് പറയുന്ന ഈ വഴിയെക്കുറിച്ച്, ഈ പുതിയ മാർഗം, സത്യം അവർ തിരിച്ചറിയുന്നു. അവര് പൗലോസിനോട് പറഞ്ഞ്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാമല്ലോ. അവർ ഒരു വീട്ടിൽ പാർത്ത് പൗലോസ് സുവിശേഷ വേല ചെയ്യും, അതോടൊപ്പം ഉപജീവനത്തിനായിട്ട് കൂടാരപ്പണി അല്ലെ ടെൻ മേക്കറായിട്ട് തൻ്റെ ജോലി ചെയ്തു വന്നു. ഈ പൗലോസ് നമ്മൾ പിന്നീട് കാണുന്ന ഒരു കാര്യം, പൗലോസ് തിരിച്ച് സിറിയയിലേക്കുള്ള മടക്കം. അവർ അന്ത്യോക്യയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അന്ത്യോക്യയുടെ പ്രദേശമാണല്ലോ സിറിയയുടെ പ്രദേശമാണല്ലോ അന്ത്യോക്യ. അവിടേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് പദ്ധതി. ഈ മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അവന് എഫെസൂസിൽ കൂടെ പോകാൻ ആഗ്രഹിച്ചു. അക്വിലാസും പ്രിസ്കില്ലയും പറഞ്ഞ്, ഞങ്ങളും വരിക. അപ്പോൾ കൊരിന്തിൽ ഒരു സഭ രൂപപ്പെട്ടു. പൗലോസ് അവിടെ ഒരു സഭയ്ക്ക് അടിത്തറയിട്ടു.
ഒരു പക്ഷെങ്കിൽ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിലായിരുന്നു ആ കുടുംബസഭ കൂടിയത്. അതിൻ്റെ തെളിവെല്ലാം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് എഫെസോസിലേക്ക് പോരുന്ന വേളയിൽ, എഫെസോസ് എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ പ്രദേശം തന്നെയാണ്, അവിടേക്കുള്ള യാത്രയിൽ പൗലോസിനെ അക്വിലാസും പ്രിസ്കയും അനുഗമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അവർ വന്നു. പൗലോസ് അവിടെയും ആ പ്രദേശം കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് വീണ്ടും സിറിയയിലേക്ക് അല്ലെ അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്വിലാസും പ്രിസ്കില്ലയും എഫെസോസിൽ പാർക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പൗലോസ് അവിടെ മടങ്ങി വരുന്നുണ്ട്. എഫെസോസിൽ 2.5 വർഷം പാർത്ത് അതിശക്തമായ ഒരു സുവിശേഷ വേല ചെയ്ത നിമിത്തം അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ പോയ മനുഷ്യർ മുഴുവൻ മിഷൻ രംഗത്തേക്ക് വന്നു, പൗലോസിനോടൊപ്പം ചേർന്നു. ആ ദമത്രിയസ് എന്ന് പറയുന്ന വിഗ്രഹം വാർത്തുണ്ടാക്കുന്ന മനുഷ്യൻ വലിയൊരു കോലാഹലം അവിടെ സൃഷ്ടിച്ചെങ്കിലും അതിൻ്റെ നടുക്ക് പൗലോസിൻ്റെ മിഷൻ പ്രവർത്തന നിമിത്തം അനേകർ കർത്താവിൻ്റെ വിശ്വാസത്തിലും പ്രത്യാശയിലും കടന്നു വരുവാൻ കാരണമായിട്ട് തീർന്നു. ഈ തൻ്റെ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ഈ കുടുംബത്തെയാണ് ഓർക്കുന്നത്. ഞാൻ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും വന്ദനം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്ന 16-ാം അധ്യായത്തിൽ വന്ദനം ചെയ്യുമ്പോൾ പറയുകയാണ്, അക്വിലാസിനെയും പ്രിസ്കില്ലയെയും. എന്താ അവരെ വന്ദനം ചെയ്യാൻ കാരണം? അവരുടെ വീട്ടിലുള്ള സഭയെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരു ഭവന സഭ അവിടെ രൂപപ്പെടുത്തി. ആദ്യം പള്ളിയൊന്നും അല്ല ഉണ്ടായത്. ഞങ്ങൾ കർണാടകയിൽ ബദനഗോഡെന്ന് പറയുന്ന വനത്തിൻ്റെ നടുക്ക് പോയി സുവിശേഷം അറിയിച്ച് കുറേ കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു. അവിടെ ഒരു ഹനുമന്തപ്പ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം സ്നാനമേറ്റു വന്നപ്പോൾ യോഹന്നാൻ എന്ന് ആയിരുന്നു ഞങ്ങൾ അവന് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു 1.5-2 വർഷത്തോളം ആരാധന നടന്നത്. ഭവന സഭയായിരുന്നു. അവിടെയാണ് ഇന്ന് വലിയൊരു ദൈവാലയം ഇങ്ങോട്ട് മാറി 3 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ ഒരു ദേവാലയം തീർത്ത് അവിടെ വലിയൊരു കൂട്ടം, ഞാൻ തന്നെ ആ പ്രദേശത്ത് ഇരിക്കുമ്പോൾ 300 പേർക്കോളം സ്നാപനം കൊടുത്തതാണ്. അപ്പോൾ ഓർക്കണം, നാം പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്നെങ്കിൽ എവിടെയും തുടക്കം ചെറുതായിരിക്കും. ഒരു ഭവനസഭയായിട്ടായിരിക്കും ആരംഭിക്കുന്നത്. എന്നാൽ അത് വർദ്ധിതമായി ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ വേലയായിട്ട് മാറുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സുവിശേഷത്തിന് അതിരുകളില്ല. അത് ഒരിടത്തും പിടിച്ചമർത്തി വെക്കാനായിട്ട് കഴിയില്ല. ഡൈനാമിറ്റ് എന്നുള്ള വാക്ക ഡുനാമിസ് എന്ന് വേദത്തിൽ പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് ശക്തി പ്രാപിച്ച് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണമെന്നല്ല, ആകും എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട ഒരു സുവിശേഷം അതാർക്കും അമർത്താനൊക്കെ ഇല്ല. അത് അമർത്തിയാൽ ഡൈനാമിറ്റ് അമർത്തുന്ന പോലെ ഇരിക്കും, അത് പൊട്ടിത്തെറിക്കും, എല്ലായിടത്തോട്ടും അത് പരക്കും. അതിൻ്റെ ജ്വാലയിൽ അനേകർ ക്രിസ്തുവിനെ കണ്ടെത്താൻ കാരണമായിട്ട് തീരും. അതെ, സുവിശേഷം എന്നും പ്രസക്തമാണ്. ഒരു കുടുംബമാണ് ഇവിടെ സുവിശേഷത്തെ ഒരു പ്രദേശത്ത് പാർത്തപ്പോൾ ആ പ്രദേശത്ത് വായിച്ചുകൊണ്ടിരുന്ന. അവർ റോമിലായിരുന്നപ്പോൾ റോമിൽ ഒരു ക്രൈസ്തവ സഭയെ അവർ രൂപീകരിച്ചു. അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിൽ വന്നപ്പോൾ ഒരു കൊരിന്തിൽ അവർക്ക് ഒരു ക്രൈസ്തവ സഭയെ വളർത്തിയെടുക്കാൻ തങ്ങളുടെ വീട് മുഖാന്തരമാക്കി. അവർ എഫെസോസിലെത്തിയപ്പോൾ എഫെസോസിലും ഒരു ക്രൈസ്തവ സഭയ്ക്ക് രൂപം കൊടുക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ സുവിശേഷകരാകാനായിട്ട് കഴിയും. ഓരോ ഭവന സഭയായിട്ട് രൂപപ്പെടാനായിട്ട് കഴിയും. നമ്മുടെ അയൽക്കാരോട് ഈ സുവിശേഷം ഈ മൈക്ക് കെട്ടിയൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. അയലൊക്കത്തുള്ളവനും സങ്കടവും ദുഃഖവും വേദനകളും വ്യഥകളും എല്ലാം ഉണ്ട്. പള്ളിയിലച്ഛനായി ഞാൻ വ്യഥകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ
സാധാരണക്കാർ എന്തുമാത്രം വ്യതകളിൽ കൂടാ പോകുന്നത്, എന്തെല്ലാം വീഴ്ചകൾ, തകർച്ചകൾ, രോഗം, കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ. ഇവയില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. അവരുടെ സങ്കടങ്ങളിൽ പോയിരുന്ന് അവരോട് 2 വാക്ക് സുവിശേഷം പറയാൻ കഴിയത്തില്ലേ? നിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ? ആ നാവ് ഉപയോഗിച്ച് യേശു കർത്താവിനെ വിളിച്ചു പറയണം. ഈ പറയാത്ത നാവ് കൊണ്ട് ദൈവരാജ്യത്തിൽ നിനക്ക് കടക്കാമെന്ന് കരുതരുത്. യേശുവിനെ മഹത്വീകരിക്കണം നിന്റെ നാവ് കൊണ്ട്. യേശുവിനെ മറ്റുള്ളവരോട് പറയണം. മൈക്ക് കെട്ടി പ്രസംഗിക്കണ്ട. ആ വ്യക്തിയോടൊന്ന് പറയരുതോ? അവൻ്റെ സങ്കടങ്ങളിൽ, അവൻ്റെ രോഗത്തിൻ്റെ നടുവിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവിനെ കുറിച്ച് എന്തുകൊണ്ടൊന്ന് പറഞ്ഞുകൂടാ? ബദനഗോഡിൽ ഞങ്ങൾ ആ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ 2 സുവിശേഷകർ, ഒന്ന് ഒരു സാങ്കുഞ്ഞും ഒന്ന് ഒരു പാപ്പച്ചൻ, അവർ രാവിലെ വില്ലേജിലേക്ക് പോകും. ദൂരെയുള്ള വില്ലേജിൽ പോകുന്നത് അവലകേരിക്കൊപ്പ എന്ന് പറയുന്നൊരു വില്ലേജിൻ്റെ സൈഡിൽ കൂടെ ഇവർ സൈക്കിളെ പോകുന്ന ആണ് ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ഇവർ വെള്ളം ആരെങ്കിലും ഒന്നെങ്കിലും അവർ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ അവലകേരിക്കൊപ്പ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് കൈയടിച്ച് വിളിച്ചു, സാർമാരെ നിൽക്കണേ, കന്നഡയില, സാർമാരെ നിൽക്കണേ, എൻ്റെ വീട്ടിൽ വന്നിട്ടേ പോകാമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും സൈക്കിൾ തൽക്കാലം ഒന്ന് നിർത്തി ബ്രേക്ക് പിടിച്ച് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയില്ല. കാരണം ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ആ ബ്രേക്ക് പിടിച്ചുകൊണ്ട് കാല് കുത്തി അവിടെ നിന്നു. ഈ സ്ത്രീ ഓടി വന്നു, സാർമാരെ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ മകൾ മരിക്കാറായി കിടക്കുന്നു, നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നപ്പം നിങ്ങളുടെ ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം കൂടെ ഞങ്ങളെ തല്ലാൻ വന്നതാണ്. ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ കയറി എന്നെ രണ്ടിനും തല്ലിക്കൊല്ലുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ്. ഞങ്ങൾ ആ ഗ്രാമത്തിൽ വരുന്നില്ല, ഞങ്ങൾ പോവുകയാണ്. വേറെ ഗ്രാമങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, ആ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. ഈ സ്ത്രീ വന്ന് കാലെ വീണ് കരഞ്ഞു, എൻ്റെ വീട്ടിൽ വരണമേ, മരണാവസ്ഥയിൽ എൻ്റെ മകൾ കിടക്കുന്നു, നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഇവർക്കത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ഇവരെ എന്തും വരട്ടെ, ഈ സ്ത്രീ വന്ന് കരഞ്ഞ് നിലവിളിച്ചതല്ല, എങ്ങനെ ഇട്ടിട്ട് പോകും? അവളുടെ വീട്ടിൽ ചെന്നു. ഈ പുല്ല് മേഞ്ഞ ഇങ്ങനെയുള്ള കൂരയാ, അതിനകത്തൂടെ കുനിഞ്ഞേ കയറാനൊക്കെ ഉള്ളൂ. അങ്ങനെ കുനിഞ്ഞ ആ മുറിക്കകത്ത് കയറി ചെന്നു. അപ്പോൾ നിലത്തൊരു പെൺകുട്ടി കിടക്കുകയാണ്. 14 വയസ്സേ ഉള്ളു പ്രായം, മേലിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു പെണ്ണ്. ആ കൊച്ചിൻ്റെ ആ പെണ്ണിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞും കിടപ്പുണ്ട്. 14കാരി പ്രസവിച്ചിരിക്കുക. അവിഹിതമൊന്നുമല്ല, കല്യാണം കഴിച്ച. ആ ഗ്രാമങ്ങളിലെ സ്ഥിതി അതായിരുന്നു ആ കാലങ്ങളിൽ. ഇപ്പോഴൊന്നും അത്രയും ഒന്നുമില്ല. അപ്പോൾ 13 വയസ്സുകാരി അവർ കെട്ടിച്ചു വിട്ടതാണ്. 14 വയസ്സുള്ളപ്പോൾ അവൾ പ്രസവിച്ചു. ആരോഗ്യമില്ലാത്തവൾ പ്രസവിച്ചാലുള്ള സ്ഥിതിയാണ് അവിടെ വന്ന് ഭവിച്ചത്. അവളുടെ ബോധമെല്ലാം പോയി. വീട്ടിൽ കിടന്നാണ് പ്രസവിക്കുന്നത്. ഈ ബോധമറ്റ ഈ സ്ഥിതിയിൽ അവർ ആ ഗ്രാമക്കാരിലെ കുറച്ച് കുടുംബങ്ങൾ വിചാരിക്കുന്നത് ആശുപത്രി പോകാൻ പാടില്ല, ആശുപത്രിയിൽ പോയി പ്രസവിക്കാനേ പാടില്ല, ആശുപത്രിയൊക്കെ വലിയ കുഴപ്പമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് എന്തു വന്നാലും വീട്ടിലേ കിടക്കത്തുള്ളൂ. ഈ 2 സുവിശേഷകർ പറഞ്ഞു, അയ്യോ ഈ കൊച്ച് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പം കുഞ്ഞും വശത്ത് കിടക്കുന്നു, ഇത് രണ്ടും ചത്തുപോകും, നിങ്ങൾ എങ്ങനെങ്കിലും ഈ കുഞ്ഞിനെയും ആ തള്ളയും ഹോസ്പിറ്റലിലാക്കുക. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫാദറിനെ ഇപ്പം ഫോണിൽ വിളിച്ചിട്ട് പറയാം, അദ്ദേഹം ഞങ്ങളെ ഈ ഒരു രംഗത്ത് മിഷനിൽ നിന്ന് എന്തെങ്കിലും സഹായം തന്ന് വണ്ടി പിടിച്ച് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആരെയും ആശുപത്രി കൊണ്ടുപോകാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രസവത്തിന് കൊണ്ടുപോകാൻ പാടില്ല. ഏതാണ്ടൊക്കെ അവരുടെ അശുഭ ചിന്തയുണ്ട്, പിശാചുബാധയെക്കുറിച്ചൊക്കെയുള്ള ഭയങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്, അവരുടെ അന്ധവിശ്വാസത്തിൽ നിന്ന്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സുവിശേഷകർ ഞങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ആദ്യം അവരോട് സുവിശേഷം പറയും. ഈ തള്ളയിരുത്തി സുവിശേഷം പറഞ്ഞു, യേശു കർത്താവ്
രോഗികളെ സൗഖ്യമാക്കുന്ന അവൻ ദൈവം തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് വേണ്ടി, ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവരുടെ പോകാനുള്ള ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേ ദിവസം അതുവഴി പോയപ്പം എങ്ങനെയാ കയറാതിരിക്കുന്നതെന്ന് കയറി പ്രാർത്ഥിച്ചു. അന്നും കണ്ണു തുറന്നില്ല. 1-2 ദിവസം പിന്നിട്ടപ്പോഴേ ഈ പെൺകുട്ടി കണ്ണു തുറന്നു. അതെല്ലാം കഴിഞ്ഞ് അവള് സംസാരിക്കാൻ തുടങ്ങി. അവര് ഈ പാപ്പച്ചനോടും സാങ്കുഞ്ഞിനോടും പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കണ്ണു തുറക്കാൻ വയ്യായിരുന്നു. ഞാൻ എൻ്റെ അർത്ഥബോധാവസ്ഥയിൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശു സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് കണ്ണു തുറക്കാൻ വയ്യ, എൻ്റെ നാവ് എടുക്കാൻ വയ്യ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് സുഖം തരണമേ. ആ യേശു ആണ് എനിക്ക് സൗഖ്യം തന്നതെന്ന് അവൾ ഈ 2 സുവിശേഷകരോട് പറഞ്ഞു. ദിവസങ്ങൾ പിന്നിട്ടു. അവൾ ഏകദേശം 2 മാസം ആയപ്പോഴേക്കും അവൾ ആരോഗ്യവതിയായി, കുഞ്ഞും ആരോഗ്യവതിയായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ദേവാലയത്തിൽ പോകണം. ഭർത്താവ് പറഞ്ഞു, പറ്റില്ല, ഞാൻ ഇവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, മാത്രമല്ല അതിനെ വെറുക്കുന്നയാളുമാണ്, കൊണ്ടുപോകാൻ പറ്റില്ല. നിനക്കറിയാമല്ലോ ഈ ഗ്രാമക്കാർ എല്ലാം ഇവരെ തല്ലാൻ ചെന്നാ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ തല്ലാതെ വിട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചടിച്ചെങ്കിലും അവളുടെ ശാഠ്യത്തിന് മുമ്പിൽ അവസാനം അവൻ പറഞ്ഞു, 1 ദിവസത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തവ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെയും കൊണ്ട് ഭർത്താവ് ദൈവാലയത്തിൽ, ബദനകോടുള്ള ദൈവാലയത്തിലേക്ക് വരുന്നു. അവിടെ വന്ന് അവിടുത്തെ ദേവാലയത്തിൽ ആദ്യം ഒരു 5-6 പാട്ട് പാടും. അതൊക്കെ കഴിഞ്ഞ് ഉള്ളു കുർബാനയും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് ഈ പാട്ടുകൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടുത്തെ വളരെ കുറച്ച് ആളുകൾക്ക് ആ കാലങ്ങളിൽ വിദ്യാഭ്യാസമുള്ളായിരുന്നു. ബാക്കി മുഴുവൻ അവരൊന്നും വായിച്ചല്ല മനസ്സിലാക്കുന്നത്, എല്ലാം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് പാട്ടുകൾ ഇവർക്ക് വലിയ പ്രിയമായിരുന്നു. അവർ ആ പാട്ടുകളിൽ കൂടെയൊക്കെ യേശു കർത്താവിനെ കുറിച്ച് കേട്ടു. അങ്ങനെ ദൈവകൃപയിലേക്ക് ആ പെൺകുട്ടി കടന്നു വരികയാണ്. അവൾ പിറ്റേ ആഴ്ചയും പറഞ്ഞു, എനിക്ക് പോകണം. ഭർത്താവ് പറഞ്ഞു, പറ്റില്ല, വീട്ടിൽ ശണ്ടയായി. അവസാനം ഇവൾ വരുന്നുണ്ട്. അവൾ തിരിച്ചു വന്നപ്പം ഗ്രാമക്കാരെല്ലാം കൂടെ ഭയങ്കര ബഹളം. ദേവാലയത്തിൽ, ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിൽ പോയ ഒരുത്തിയെയും ഈ ഗ്രാമത്തിൽ കയറ്റാൻ പാടില്ല, വലിയ ബഹളം. ഗ്രാമക്കാർ ഈ കുടുംബത്തെ അവരുടെ ഗ്രാമസഭ കൂടി പുറത്താക്കുന്നു. പക്ഷേ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് താമസിക്കാം, പക്ഷേ കല്യാണം മറ്റു കാര്യങ്ങൾ ഒന്നിനും ഇവരെ സഹകരിപ്പിക്കത്തില്ല. ഇതിൽ നിന്ന് ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കാനും സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ഭ്രഷ്ട് കൽപ്പിച്ച് വളരെ ക്ലേശം അനുഭവിച്ചു. അവസാനം ഇവളുടെ ഭർത്താവും അമ്മയും കൂടെ പോയി ഗ്രാമക്കാരുടെ കാല് പിടിച്ചു. ഞങ്ങൾ ദേവാലയത്തിലൊന്നും പോയില്ല, ഞങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതെല്ലാം തള്ളിപ്പറഞ്ഞവരെ. ഇവള് മാത്രമേ പോകുന്നുള്ളൂ, അവളെ നീ മുടക്കിക്കോ, പക്ഷെ ഞങ്ങളെ എന്തിനാ മുടക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ മാത്രമായിട്ട് അവർ മുടക്കി. ബാക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൾക്ക് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ഇല്ല. എല്ലാവരും ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, കല്ല് വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിൽ കൂടെ അവൾ കടന്നുപോയി. ശാന്തവ പെരക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും ആണുങ്ങളെല്ലാം ജോലിക്കിറങ്ങും. ഇവള് രാവിലെ ഉള്ള പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ ഇരുന്ന് പാട്ട് പാടാനായിട്ട് തുടങ്ങി. പള്ളിയിൽ കേട്ട പാട്ടെല്ലാം അവൾ പോയി വീട്ടിൽ ഇരുന്ന് ഉറക്കം പാടാൻ തുടങ്ങി. ആണുങ്ങളൊന്നും ഇല്ലല്ലോ. സ്ത്രീകൾ, അവരിൽ ചിലർ രോഗാവസ്ഥയും വീട്ടിലെ ചണ്ട അതുപോലെ മറ്റ് പ്രതിസന്ധികളൊക്കെ വന്ന സ്ത്രീകൾ സാവകാശം ഇവളുടെ വീടിനകത്തോട്ട് കയറി വന്നു. നിന്റെ ഈ യേശു ഞങ്ങളുടെ പ്രശ്നം തീർത്തു തരുമോ? അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും തീർത്തു തരും, ഞാൻ മരണാവസ്ഥയിൽ നിന്നല്ലേ യേശു എന്നെ സൗഖ്യമാക്കിയതെന്നൊക്കെ അവൾ പറഞ്ഞു. അവളുടെ സുവിശേഷത്തിൽ അവർ ആകൃഷ്ടരായി. അവളോടൊപ്പം അവരും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാളായി, 2 ആളായി, 3 ആളായി. അവസാനം 10-30 സ്ത്രീകൾ, ഈ ആണുങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 10-30 സ്ത്രീകൾ ഇവളുടെ വീട്ടിൽ കൂടിയിരുന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അതൊരു മൂവ്മെൻ്റായി. ചുരുക്കി പറയട്ടെ, ഞാൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവൾക്ക് സ്നാപനം കൊടുത്തിരുന്നു. ഞാൻ 4 വർഷത്തെ വിദേശ ഇത് കഴിഞ്ഞിട്ട്
മടങ്ങി വന്ന് ഈ കർണാടകയിൽ ഒരു വിസിറ്റിന് ചെന്നു. അത് അവരുടെ ഒരു കൺവെൻഷൻ്റെ സമയത്താണ്, ജാത്ര എന്ന് പറയും. ജാത്രയ്ക്ക് ചെന്നപ്പോഴാണ് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് സാക്ഷി പറയുന്നു, എനിക്ക് ഈ ഫിലിപ്പ് ഫാദറാണ് എനിക്ക് സ്നാനം തന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഈ പെൺകുട്ടി പഴയ മെലിഞ്ഞുണങ്ങിയിരുന്ന പെൺകുട്ടി ഇപ്പം വണ്ണമൊക്കെ വെച്ച് നല്ല ആരോഗ്യവതിയായിട്ടൊക്കെ കഴിയുന്നു. പുറകെ അവളുടെ മുഖം നോക്കിയപ്പോൾ മനസ്സിലായി പഴയ ശാന്തവുകയാണെന്ന് മനസ്സിലായി. അവൾ വിളിച്ചു പറയുക, ഞാൻ എൻ്റെ കഷ്ടനാളുകളിൽ കൂടെ പോയപ്പോൾ എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും കല്ല് വലിച്ചു വരെ എന്നെ എറിയുന്ന കാലങ്ങളിൽ ദൈവത്തോട് എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, ഞാൻ അറിഞ്ഞ ഈ യേശുവിനെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു 10 പേരെങ്കിലും അറിയാൻ കർത്താവെ വഴി നൽകണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറയുക, ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന 10-ലധികം ഏകദേശം 15ഓളം കുടുംബം ഇന്ന് ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിരിക്കുക. ഞാൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ 10 കുടുംബങ്ങളെ ദൈവം ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഒരു സ്ത്രീക്ക് കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അക്വിലാസിലും പ്രിസ്കില്ലയ്ക്കും 3 ഇടങ്ങളിൽ, വേദപുസ്തകത്തിൽ പറഞ്ഞ അനുസരിച്ച് കുറഞ്ഞ 3 ഇടങ്ങളിൽ ഭവനസഭ ഉണ്ടാക്കി അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാതിടങ്ങളിൽ നമ്മൾ ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 2012 കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, വൈഫിന് രോഗവും മോൻ്റെ ആക്സിഡൻറ്റും അതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ തിരുവേനയോട് പറഞ്ഞ അനുസരിച്ച് മിഷനിലേക്ക് വീണ്ടും മടങ്ങുന്നുണ്ട്. ബീരസാന്ദ്ര ബാംഗ്ലൂരിൽ നിന്ന് 45 കിലോമീറ്റർ മാറിയുള്ള ഒരു ഗ്രാമപ്രദേശം. ഇന്ന് അത് വലിയൊരു പട്ടണമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിനടുത്താണ് ബാംഗ്ലൂർ റൂറലിൻ്റെ കളക്ട്രേറ്റ് ഓഫീസെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിന് അടുത്തായി വന്നു. അപ്പോൾ വലിയൊരു മാറ്റം, അവിടെ വലിയൊരു ഹൈവേ ഒക്കെ ഉണ്ടായി. അതേ തുടർന്ന് ഭയങ്കര മാറ്റം അവിടെ വന്ന് സംഭവിച്ചിരിക്കുക. ആ ഗ്രാമത്തിൽ ഞാൻ പ്രവർത്തിക്കായിട്ട് ചെന്ന സമയത്ത് അവിടെ ആ പള്ളിയിൽ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് ജയമ്മ എന്ന്. മേലിഞ്ഞുണങ്ങി 55-60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ. ആ ബീരസാന്ദ്ര പ്രദേശത്ത് ഒരു 25ഓളം വർഷം മുൻപ് നമ്മുടെ ഒരു സുവിശേഷകൻ പാർത്ത് സുവിശേഷം അറിയിച്ച് കുറേ കുടുംബങ്ങൾ, 10-25 കുടുംബങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതാണ് ബീരസാന്ദ്രയിലും ചുറ്റുപാടും. എന്നാൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഉണർവ് പിന്നെ നഷ്ടപ്പെട്ടു. ഞാൻ അവിടേക്ക് ചെല്ലുന്നതിന് ഒരു 25-30 വർഷം മുമ്പാണ് അവിടെ ഒരു വലിയ വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് എന്നാൽ ആകുന്നതൊക്കെ വർക്ക് ചെയ്തു. എന്നാൽ വർഷം 4-5 പേരൊക്കെ സ്നാപനമേറ്റ് പള്ളിയിലേക്ക് വരും. അതിൽ കവിഞ്ഞ് ഒരു വലിയ മുന്നേറ്റമൊന്നും കണ്ടില്ല. ഞാൻ എൻ്റെ ഇടവകയിലെ പഴയ വിശ്വാസിയിൽ ഒരാളുടെ പേരാണ് പ്രകാശ് എന്ന് പറയുന്നത്. പ്രകാശ് കന്നഡ, ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട ആളാണ്. കണ്ടാൽ നല്ല സുമുഖൻ, പക്ഷെ വലിയ വിദ്യാഭ്യാസം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ കാലത്ത് നല്ല യോഗ്യതയുള്ള ഒരു മനുഷ്യൻ, 45-50 വയസ്സോളം പ്രായം. അന്ന് ആ മനുഷ്യൻ്റെ വൈഫ് ഡയബറ്റിക് ആയിരുന്നു. അവളുടെ കിഡ്നിയും ഡാമേജായി. അങ്ങനെ ആ മനുഷ്യൻ സങ്കടത്തിലായി. ഞാൻ ആ വീട്ടിൽ പോയി സന്ധ്യയ്ക്ക് കുത്തിയിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അവൻ്റെ ഒരു കൂട്ടായ്മയും ധൈര്യമൊക്കെ കൊടുത്തു. അങ്ങനെ വീട്ടിൽ ഇരുന്ന് അവൻ്റെ വൈഫും വന്നൊരു കസേരയിലിരുന്ന് മുമ്പിൽ ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ സ്ത്രീ അകത്ത് പോയി ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഫാദർ ഇത് കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാനത് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പ്രകാശിനോട് ചോദിച്ചു, പ്രകാശേ, നിങ്ങളിവിടെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നിട്ട് 10-25 വർഷമായില്ലേ? ഈ ഗ്രാമത്തിൽ ഇനിയും എന്തുമാത്രം ആളുകൾ കർത്താവിനെ അറിയാത്തവരുണ്ട്. ഞങ്ങളോട് ചേർന്ന് ബീരസാന്ദ്ര എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. അതിൻ്റെ പുറമോട്ട് ഒത്തിരി വീടുകളുണ്ട്.
ഇപ്പം നിൻ്റെ കുടുംബക്കാർ, നിൻ്റെ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഒക്കെ എത്ര പേര് ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒത്തിരി പേരുണ്ട്, അവർക്കാർക്കും ഇതിനോട് വലിയ താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പരിശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പരിശ്രമിച്ചിട്ടില്ല. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പരിശ്രമിക്കുക, നീ അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി അവരോടൊക്കെ യേശു കർത്താവിനെ കുറിച്ചൊക്കെ ഒന്ന് പറ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഫാദറെ, എനിക്ക് വിളിച്ചു കൂട്ടാനായിട്ട് കഴിയും, പക്ഷേ ഫാദറൊക്കെ പ്രസംഗിക്കുന്ന പോലൊന്നും പ്രസംഗിക്കാനോ ദൈവവചനം പറഞ്ഞു കൊടുക്കാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ വേണമെങ്കിൽ ആളുകളെ കൂട്ടിത്തരാം. ഫാദർ അവരോട് സംസാരിക്കാൻ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ധാരണയിലെത്തി. അപ്പോൾ ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാം ഈ ബാംഗ്ലൂരിൽ പകൽ ജോലിക്ക് പോകും, രാത്രി 7 ആകും അവർ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത്. വന്നാൽ ഉടനെ ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ച് കുളിയും കഴിഞ്ഞ് ആണ് അവർക്ക് വരാൻ കഴിയുള്ളൂ. അന്നേരം അദ്ദേഹം പറഞ്ഞു ഒരു 8 മണിയാകുമ്പോൾ അവർ ഒരു പക്ഷെങ്കിൽ വന്നേക്കും. ഞാൻ വീട് തോറും നടന്ന് പറയാം. അദ്ദേഹം വീട് തോറും നടന്ന് എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരണം, നിങ്ങളൊക്കെ ഞങ്ങളുടെ അയൽവാസികളല്ലേ, ഞങ്ങളുടെ സ്വന്തക്കാരല്ലേ, വരണമെന്നൊക്കെ പോയി നടന്നു പറഞ്ഞു. ശരിക്കും പറയട്ടെ, അദ്ദേഹം ഒരു ഡേറ്റ് എന്നോട് പറഞ്ഞു. ആ ഡേറ്റ് തൊട്ട് ഇവർ വരും, അപ്പം ഫാദറും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച ദിവസം എത്തി. 8 മണി തൊട്ട് ഞാൻ കുത്തിയിരുന്നിട്ട് ഇവരാരും വരുന്നില്ല. ഒരു 9:30 ആയപ്പോൾ ഈ ആളുകളൊക്കെ വന്നു തുടങ്ങി. ശരിക്കും പറയട്ടെ, അടുത്ത ദിവസവും വന്നു, അതിൻ്റെ പിറ്റേ ദിവസവും വന്നു. ആദ്യം 10 പേരെ ഉള്ളായിരുന്നു, പിന്നെ അത് 15ആയി, 20ആയി, 30ആയി, 40ഓളം ആളുകൾ ദിവസം തോറും വന്ന് താല്പര്യമായിട്ട് ദൈവവചനം കേൾക്കാൻ തുടങ്ങി. അതിനകത്ത് മദ്യപിക്കുന്ന ഒരു 4-5 പേരുണ്ട്. കുടുംബം ശണ്ടയുണ്ടായി വേർപിരിഞ്ഞ ചിലരുണ്ട്. ഇങ്ങനെയൊക്കെ മറ്റ് ചെറുപ്പക്കാരുണ്ട്, നല്ല യൂത്ത്സ്, വിദ്യാഭ്യാസമുള്ള പലര്, ഇങ്ങനെയുള്ള അനേകർ വരാനായിട്ട് തുടങ്ങി. ഏതായാലും ഈ ഒരു മീറ്റിംഗ് 6 മാസം തുടർന്നു. ചുരുക്കി പറയട്ടെ, 6 മാസം പിന്നിടുമ്പോൾ അവരിൽ അനേകർ പറഞ്ഞു, അവരിലെ മിക്കവരും പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനം ആവശ്യമാണ്, ഞങ്ങൾ ക്രിസ്തു വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താ ഞങ്ങൾക്ക് സ്നാനം തരാൻ അമാന്തിക്കുന്നത്? എത്രയും വേഗം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, 24 പേര് ചെറുപ്പക്കാർ സ്നാപനമേറ്റ് കർത്താവിങ്കിലേക്ക് വന്നു. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഒരു ആഗ്രഹം, ഏതിനു വേണ്ടിയെങ്കിലും നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ ഒരു വഴി തുറന്നിരിക്കും. അനേകർ കർത്താവിങ്കിലേക്ക് വരാൻ ദൈവം തമ്പുരാൻ 10-30 വർഷത്തിന് ശേഷം ആ ഇടവയ്ക്ക് വലിയൊരു ഉണർവും ശക്തിയും കൊടുത്തു. ഒരു മലയാളി പോലും ഇല്ലാത്ത കന്നഡക്കാരാ ആ ജനം കർത്താവിലേക്ക് വളരെ ആവേശത്തോടു കൂടെ വന്നു. ആ ഇടവയിലെ ഒരു വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ജയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവള് 30 വർഷം മുമ്പ് അവരെ ഗണ്ഡരാജപുര എന്ന് പറയും. ഗണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥമാണ്. ഭർത്താവിൻ്റെ പുരം, ഗ്രാമം എന്നുള്ള ഒരർത്ഥമാണ് ആ ഗ്രാമത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ ഗണ്ഡരാജപുരയിലെ ഒരു സ്ത്രീ ആയിരുന്നു, വിവാഹിതയായ സ്ത്രീ ആയിരുന്നു ജയമ്മ. ജയമ്മ ഒരു നാള് അവള് 30 വയസ്സോളം പ്രായമായപ്പം, അതായത് ഞാൻ ഈ പറയുന്നതിന്, ഞാൻ അവിടെ ചെല്ലുന്നതിന് 25-30 വർഷം മുമ്പുള്ള സംഭവമാണ്. അവളൊരു നാള് ചെറുപ്പക്കാരിയായിരുന്ന കാലത്ത് തൻ്റെ കയ്യിൽ ഒരു വെളുത്ത പാട് കണ്ടു ഒരു ദിവസം. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ കർണാടകയിൽ കുഷ്ഠരോഗം ധാരാളമായിട്ടുണ്ടായിരുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ അവർക്ക് പേടിയാണ്. ഇവള് പലരോട് ചോദിച്ചു, എന്താ എൻ്റെ കയ്യിലെ വെള്ളപ്പാട്? അവർ നുള്ളി നോക്കി, വേദനയുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ, എനിക്കും കുഷ്ഠമാണോ എന്നുള്ള ഭയം. അവർ പറഞ്ഞു പേടിക്കണ്ട, മാർത്തോമാ സഭയ്ക്ക് ഹോസ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലെപ്രസി മിഷൻ ഉണ്ട്. അമേരിക്കൻ ലെപ്രസി മിഷൻ്റെ സഹായത്തോടു കൂടെ 10-50 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ഹോസ്പിറ്റലാണ് അത്. ഇന്ന് ഹോസ്കോട്ട് കാണുന്ന ആ ഹോസ്പിറ്റലിൻ്റെ പഴയ രൂപമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നീ പോയാൽ നിനക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുമെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീ 60ഓളം കിലോമീറ്റർ ബസ്സിലും നടന്നുമൊക്കെ ആയിട്ട്
ഇങ്ങനെ ഹോസ്കോട്ടെത്തി. അവിടെ ചെന്നു ചികിത്സയൊക്കെ അവർ പരിശോധന നടത്തി ചികിത്സയൊക്കെ ചെയ്തു. കുറച്ചാൾ മരുന്നും കുത്തിവയ്പ്പുകളോ ഏതൊക്കെയോ കൊടുത്തതിന് ശേഷം അവളോട് പറഞ്ഞ് വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഗ്രാമം നീ തന്ന അഡ്രസ്സ് അനുസരിച്ച് അവിടെ വന്ന് നിന്നെ ഇടയ്ക്ക് നോക്കും. ഒരു ചാക്കോ സാറൊക്കെ ആയിരുന്നു ആ കാലത്ത് അതിൻ്റെ ചുമതല. ശരിക്കും പറയട്ടെ, ഇങ്ങനെ ഇവൾ ആ ചികിത്സയ്ക്ക് വിധേയമായി. ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ 6 മാസം കൂടുമ്പം ഹോസ്കോട്ട് മടങ്ങി ചെല്ലണം. അന്നേരം പ്രത്യേകം പരിശോധനയൊക്കെ ഉണ്ട്. അങ്ങനെ ഇവൾ ഹോസ്കോട്ട് ആയിരുന്ന നാളുകളിലെല്ലാം വൈകുന്നേരം രാവിലെയും അവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. യേശു സ്വാമി എന്ന് പറയുന്ന ഒരു യേശു കർത്താവിനെ കുറിച്ച് അവൾ മനസ്സിലാക്കി. അവൾ സുവിശേഷത്തിൽ വിശ്വസിച്ചു, അവൾ അതിൽ ഉറച്ചു. അവളൊരു പ്രാർത്ഥനാ സ്ത്രീയായിട്ട് മാറി. ജയമ്മ ഒരു തീഷ്ണതയുള്ള വിശ്വാസിയായിട്ട് മാറി. അവളുടെ രോഗാവസ്ഥയെല്ലാം മാറി. അവൾ തൻ്റെ ഗ്രാമം ഗണരാജ്പുരയിൽ വന്ന് വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറയാൻ തുടങ്ങി. പിന്നീട് അവൾ സ്നാനമേറ്റ് അവിടെ നമ്മളൊരു പ്രാർത്ഥന ആരംഭിച്ചു. ഈ സ്ത്രീയെ തീഷ്ണതയോടുകൂടെ അനേകരെ കർത്താവിലേക്ക് നയിച്ചൊരു വ്യക്തിയാണ്. അവൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, അവൾക്ക് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ അവൾ പ്രാർത്ഥിക്കും, സുവിശേഷം പറയും. ഓരോ വീട്ടിലും ചെന്ന് യേശുസ്വാമി നല്ല കർത്താവാണ്, സത്യമാണ് എന്ന് പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഈ ജയമ്മയെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കണേ, ഓരോ കുടുംബങ്ങൾ കർത്താവിങ്കിലേക്കായി കഴിയുമ്പോൾ ആ കുടുംബങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വൻ ക്രിയകളാണ് ചെയ്യുന്നത്. ഇന്ന് ഭാരതത്തിൻ്റെ നോർത്ത് ഇന്ത്യ തൊട്ട് ഇങ്ങ് കേരളം വരെ അനേക ഇടത്ത് സുവിശേഷം ഇന്ന് ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്നത് കുടുംബങ്ങൾ വഴിയാണ്. വ്യക്തികളാണ് കർത്താവിങ്കിലേക്ക് വരുന്നു. അവർ അയൽപക്കത്തുള്ള വ്യക്തികളിലേക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. നമ്മുടെ വെളിച്ചം നാം അടച്ചു വെക്കരുത്, നമ്മളിത് പൊതിഞ്ഞു വെക്കരുത്. യേശു കർത്താവ് പറഞ്ഞു, വിളക്ക് തണ്ടിന്മേൽ അത്രേ പറയിൻ കീഴിൽ വെക്കരുത്. പറയിൻ കീഴിൽ വെച്ചാൽ എന്നാ പറ്റും? കുറച്ചു നേരം കത്തി നിന്നിട്ട് അത് അവസാനം കെട്ടുപോകും, ഓക്സിജൻ കിട്ടാതെയാകും. ഓക്സിജൻ കിട്ടാതെ ചാകുന്ന ക്രിസ്ത്യാനികളായി തീരരുത്. നിങ്ങളും യേശു കർത്താവിനെ കുറിച്ച് ഒന്നും പോയി മയക്കി കെട്ടിയൊന്നും പ്രസംഗിക്കണ്ട. പക്ഷേ നിന്റെ ജീവിതകാലം ഈ ഭൂമിയിൽ നിന്ന് അവസാനിക്കുന്നതിന് മുമ്പ് 2 പേരോടെങ്കിലും ഒരു യേശുവിനെ കുറിച്ച് പറഞ്ഞുകൂടെയോ? ഒരുവളിനോട് നീ പറഞ്ഞാൽ നീ രണ്ടാമത്തവനോട് പറയും. നീ ആദ്യത്തെ ഈ സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ നീ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയും, അവരോട് സുവിശേഷം പറയും. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറങ്ങുമ്പോൾ ഇനിയും മറ്റനേകരോട് പറയും. നിങ്ങൾ ആരോട് പറഞ്ഞോ അവർ ഉള്ളവരോട് പറയും. ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇതൊരു ഫിഷനാണ്. അതായത് ഒരു ന്യൂട്രോൺ ചെന്ന് അടുത്ത ഇത് മോളിക്യൂളിൽ ഇടിച്ച് ആറ്റത്തിലടിച്ച് അതിൽ നിന്ന് 2 ന്യൂട്രോൺ വന്ന് അത് 2 പോയി ഇടിക്കുന്നു. അങ്ങനെയുള്ളൊരു ചെയിൻ റിയാക്ഷൻ. ഇത് തന്നെയാണ് യേശുവിൻ്റെ സുവിശേഷം. അത് അടച്ചു വെച്ചാൽ അത് കെട്ടുപോകും. എന്നാൽ അത് വെളിച്ചം മറ്റുള്ളവരിലേക്ക് പറഞ്ഞാൽ നിന്റെ വെളിച്ചം കൂടുതൽ ശോഭയുള്ളതായിട്ട് തീരും. നിന്നിലൂടെ അനേകർക്ക് വെളിച്ചം ലഭിപ്പാൻ അത് കാരണമായിട്ട് തീരുകയും ചെയ്യും. ഒരക്വിലാസും പ്രിസ്കില്ലയും തങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് നിവർത്തിച്ചു. അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ വിശ്വസ്തയോടുകൂടെ ചെയ്തപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അക്വിലാസിനെയും ഞാൻ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും വന്ദനം ചെയ്യുന്നു. മാത്രമല്ല അവരുടെ ഭവനത്തിലുള്ള ഭവന സഭയെയും വന്ദനം ചെയ്യുന്നു. സഭയെന്ന് പറയുന്നത് ഏതാണ്ട് കെട്ടിടമല്ല, അവർക്ക് കെട്ടിടമൊന്നും ഇല്ലായിരുന്നു, അവരുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് കൂടി വന്ന ജനതയെക്കുറിച്ചാണ്. അവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. അതെ, സുവിശേഷം പറയിൻ കീഴ് വെച്ച് മൂടേണ്ടതല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരട്ടെ. ഈ സുവിശേഷം ഇത് ഇത് ചെറിയ സമൂഹമല്ല, ബിലായിലെ ഒരു വലിയ സമൂഹമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു നിങ്ങളുടെ വലിയ കൂട്ടായ്മ, സഹകരണം, സ്നേഹം.
ഇതിൻ്റെ ഒരുപാട് പാഠങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നന്മ ഇനിയും ജ്വലിപ്പിക്കണം. ആ ദൈവകൃപയിൽ നിങ്ങൾ വളർന്നു വരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. ക്രിസ്തുവേശുവിൽ കൂടി നിത്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ രാവിലെ സമയത്ത് കർത്താവേ, ഈ ദേവാലയത്തിൽ കൂടി വരുവാനും കർത്താവെ നിന്നെ ആരാധിപ്പാനും പാടി സ്തുതിപ്പാനും ലഭിച്ച ഈ സാവകാശത്തിനായിട്ട് പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു പകൽക്കാലം ഞങ്ങൾ അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും എത്ര വലുതാകുന്നു ഞങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാനും ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. അതൊന്നും കണക്കിടാതെ ഇന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയ സ്നേഹത്തെ, ആ കഴുതലിനെ ഓർത്ത് ഞങ്ങൾ കർത്താവെ ജീവിപ്പാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരാതനായ ദൈവം ഞങ്ങളുടെ സങ്കേതം, തീരെ ശാശ്വത ഭുജങ്ങളുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വിശ്വാസം എത്ര വലുതാകുന്നു കർത്താവേ. അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഞങ്ങൾ തിരുസന്ധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു. നീ ഞങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് തന്ന വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ തിരുസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം നീയാകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീരിനെ നീ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ തിരുസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ മുറ്റും തിരുപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് കർത്താവെ കുടുംബ പ്രതിഷ്ഠാ ദിനമായിട്ട് ഇന്ന് ആചരിക്കുമ്പോൾ കുടുംബമായിട്ട് കർത്താവെ ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ കർത്താവെ പങ്കുചേരുവാനും നൽകിയ എല്ലാ സാവകാശത്തിനായിട്ടും കർത്താവെ ഞങ്ങൾക്ക് തന്ന എല്ലാ പദവിക്കായിട്ടും സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കുരുവില ഫിലിപ്പച്ചനെ കുടുംബമായിട്ട് തിരുക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസൻ്റെ ഈ പ്രദേശത്തുള്ള വേലകൾ കർത്താവെ എത്ര അനുഗ്രഹകരമായിരുന്നു ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. കർത്താവെ പ്രിയദാസിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ശിക്ഷണങ്ങൾ കർത്താവെ അത് ഞങ്ങൾ പിൻപറ്റി നടപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. കൊച്ചുമേ പ്രത്യേകിച്ച് തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ അങ്ങനെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് നമ്മുടെ ഇടവകയെ നയിക്കുന്ന രാജിയച്ഛനെയും കുടുംബമായിട്ട് തിരുസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിനെ തിരുക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂരെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിന്നോട് കൂടുതലായിട്ട് ജീവിപ്പാൻ തക്കോണം സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഒറ്റും തിരുപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ തിരുസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂരെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ വിശ്വസ്തരായിട്ട് നിനക്കൊള്ളാവുന്നതിനായിട്ട് ജീവിപ്പാൻ തക്കോണം ഓരോ മക്കളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ ക്ഷമിക്കണമേ. മാനവും മഹത്വവും തിരുമേനി എടുക്കണമേ. നിന്റെ വരവിനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.